എന്താണ് പ്രാന്താണോ നിനക്കൊക്കെ? രോദനം കണ്ടല്ലോ ഗൈസ്, എല്ലാവരും ഈ റിപ്പോർട്ട് സബ്മിഷന്റെ പിന്നാലെ നടങ്ങാകെ കിളി പോയ അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ രാവിലെ എണീക്കുമ്പോഴും അലാറം ഓഫായി. 11 മണിക്ക് സബ്മിറ്റ് ചെയ്യേണ്ട സംഭവത്തിന് നമ്മൾ ഇറങ്ങിയപ്പോ തന്നെ 9:30 ആയിട്ടുണ്ടായിരുന്നു. എങ്ങനെ പല്ലാമൊക്കെ കേക്ക് നമ്മളെ കടന്നപ്പോ തന്നെ 2 മണി ആയിരുന്നുണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിലൊരു ഓട്ടത്തിലായിരുന്നു. പേപ്പർ എടുക്കുക, അങ്ങോട്ട് പോവാ, ഇങ്ങോട്ട് പോവാ, ഓടുക, ചാടുക, മറിയുക, അങ്ങനെ എല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ലേറ്റ് ആയെന്ന് ഡൗട്ട് നോക്കുമ്പോഴാണ് അവിടെയും ഇവിടെയും എല്ലാവരുടെയും പരിചയമുള്ള മുഖങ്ങൾ മാത്രം. എല്ലാവരും ഓടുകയായിരുന്നു. ഞങ്ങൾ ഒറ്റയ്ക്കല്ല ഈ റേസിലെന്ന് മനസ്സിലായപ്പോൾ കുറച്ച് ആശ്വാസം. ആഫ്റ്റർ ടേക്കിംഗ് ഔട്ട് ദി പ്രിന്റ് ഔട്ട് ആൻഡ് സ്റ്റഫ് വി ഹാഡ് ടു ഗോ ടു ദി അണ്ടർഗ്രൗണ്ട് ബിക്കോസ് ഇവർക്ക് 3 സെക്ഷൻസ് ആണുള്ളത്. അതിൽ ബൈൻഡ് ചെയ്യാനുള്ള സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. അവിടെ പോയപ്പോഴും കുറെ പരിചയമുള്ള മുഖങ്ങൾ. യെസ്, ഇതിലൊരു മുഖം നിങ്ങൾ അവിടെ കണ്ടിട്ടുണ്ടാവും. പിന്നെ അവിടെയും തിരക്കുണ്ടാവും പേടിച്ചിട്ടാണ് പോയത്. പക്ഷെ ഭാഗ്യത്തിന് അങ്ങനെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ നല്ല നൈസായിട്ട് സോഫ്റ്റ് ബൈൻഡ് എടുത്തിട്ട് തിരിച്ചു പോകുമ്പോഴാണ് അടുത്ത ആളതേ എൻട്രി. കൊച്ചിനെ കണ്ടാൽ തന്നെ അറിയില്ല ഒരുപോലെ കണ്ണടച്ചിട്ടില്ല എന്ന് ഗൈസ്. അങ്ങനെ ആ ഒരു പ്രിന്റിംഗ് ഷോപ്പ് ആകെ മൊത്തത്തിൽ ഞങ്ങളുടെ കോളേജ് കൊണ്ട് അങ്ങനെ നിറഞ്ഞു കവിഞ്ഞിരിക്കുക. അങ്ങനെ 9:40 വന്നിട്ട് ഞങ്ങൾ കണ്ടല്ലോ 11:30 ആയിട്ടും അവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ല ഗൈസ്. വി ഹാഡ് വൺ ഫൈനൽ കോപ്പി. ദിസ് വാസ് ഓഫ് അവർ ഫ്രണ്ട് ഓഫ് ആഴ്സ്. ഇതും കൂടി കിട്ടിയിട്ട് ഇതൊന്ന് കൊടുത്തയച്ചിട്ട് വേണോ മനുഷ്യൻ എന്തേലും പോയി കഴിക്കാൻ ഗൈസ്. അങ്ങനെ അപ്പോഴത്തേക്ക് സാൻഡ്ര വന്നിട്ടുണ്ടായിരുന്നു. അവളുടെ അടുത്ത് കൊടുത്തിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ കഴിക്കണം എന്നുള്ള പ്ലാനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് നമ്മൾ രാവിലെ അലാം അടിച്ചത് കേൾക്കാത്തതുകൊണ്ടും ഒരു വക കഴിച്ചിട്ടില്ല. നേരെ പോയി ഒരു ഐസ്ക്രീം എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചു. ഫസ്റ്റ് മീൽ ഓഫ് ദ ഡേ. ബൈ.